റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കൊതുക് കടിയും കൊണ്ട് കിടന്ന് ഞാൻ ആദ്യം ചെന്നൈയിൽ പോയപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാർ എന്താ ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാർ എന്താ പറഞ്ഞറിയോ, റൂം എടുത്ത് പോയി കിടക്കുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും കിടക്കാൻ റൂമുണ്ട്, ഞാൻ കൊതുക് വഴി കൊണ്ട് 5 പൈസ കയ്യിലില്ല. ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യുന്നത്? ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക, ഇതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തത്, എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം. വിജയ് സാറിൻ്റെ വികല്യ ലിയോൻ്റെ ഓഡീഷന് പോയി, അപ്പോൾ കൂടെ ഒന്ന് അഭിനയിക്കണം. ഇലക്ഷൻ നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ്. ഇത്രയും ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമ്പോഴും ഉണ്ണിക്കണ്ണൻ ഇപ്പം എത്ര സിനിമയിൽ അഭിനയിച്ചത് നിങ്ങൾക്കറിയോ? എത്ര സിനിമയിൽ അഭിനയിച്ചപ്പോൾ? ഞാനൊരു 17 പടങ്ങളിൽ നിലവിൽ അഭിനയിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ണിക്കണ്ണൻ്റെ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ വിനീത് അല്ലേ, നടൻ വിനീത് വീട്ടിൽ ചെന്ന് ഉണ്ണിക്കണ്ണൻ്റെ രാവിലെ മുതൽ ഉച്ച വരെ വീട്ടിൽ നിന്ന് ഉണ്ണിക്കണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ ആരൊക്കെ വന്നു വീട്ടിൽ? തിരിച്ചേട്ടൻ വന്നു. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ണിക്കണ്ണൻ്റെ വീട്ടിൽ കുറെ മുമ്പാണ് വന്ന്. അത്രയും സന്തോഷമായിട്ട് എന്നെ പോലെ ഒരു സാധാരണക്കാരനെ അവിടെ അവരൊക്കെ ആയിട്ടൊരു വിളിക്കുക. അപ്പോൾ ഈ പടം എനിക്ക് തമിഴ് പടം കിട്ടിയപ്പോഴും ഞാൻ വിനീതേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു നന്നായി ചെയ്യണം കോൺഫിഡൻസോടെ. അപ്പോൾ ഈ പടത്തിൽ ഞാൻ നോക്കട്ടെ പറഞ്ഞു. ഈ പടത്തിൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല, ഉണ്ടെങ്കിൽ എന്തായാലും വിനീതേട്ടൻ വിളിക്കുക. ഹൃദയത്തിൽ എന്നെ വിളിച്ചിട്ട് ഹൃദയത്തിലൊക്കെ അവിടെ ഉണ്ട്. എനിക്ക് ഇതൊക്കെ വേഷം തന്നെയാണ് ഹൃദയത്തിലൊക്കെ. മനോഹരത്തുണ്ട്. മനോഹരത്തോട് എനിക്ക് ആദ്യം കൊല്ലംകോട് വെച്ചിട്ടാണ് ആന അലറിൽ ഓർഡർ തൊട്ടിട്ടാണുള്ള പരിചയം. അപ്പോൾ ഇതിലൊന്നുമില്ല, അപ്പോൾ ഇതിൽ വിളിച്ചില്ല. അതൊന്നും ഇല്ലാണ്ടാണ്, ഉണ്ടെങ്കിൽ എന്തായാലും വിനീതേട്ടൻ. ഉണ്ണിക്കണ്ണ നമ്മൾ ഈ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ ഒരു വേഷം നേടണം പറഞ്ഞ് ഉണ്ണിക്കണ്ണനെ പോലെ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഉണ്ണിക്കണ്ണൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഇത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അത് കിട്ടുമെന്ന് ഉണ്ണിക്കണ്ണൻ തോന്നുന്നുണ്ടോ? ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ? ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞ ഏട്ടാ, ഇത് പറഞ്ഞ ഒരു ലഹരിയാണ് ഏട്ടാ. ഇപ്പോൾ എന്താ പറയുക, ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു സാധനം അതൊന്ന് വേണമെന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായിട്ട് ആ നെഞ്ചിൽ ആ സാധനം നെഞ്ചിലുണ്ടെങ്കിൽ നമ്മൾക്കത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കൊതുക് കടിയും കൊണ്ട് കിടന്ന് ഞാൻ ആദ്യം ചെന്നൈയിൽ പോയപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാർ എന്താ ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാർ എന്താ പറഞ്ഞറിയോ, ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ് പറഞ്ഞപ്പോൾ റൂം എടുത്ത് പോയി കിടക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ നിന്ന് എണിച്ച് 2 ഷർട്ടാണ് ഉണ്ടായുള്ളൂ, എൻ്റെ കയ്യിലൊന്നില്ല. ഒരു ഷർട്ട് അലക്കാൻ പോലും വഴിയില്ല, അവിടെ പറ്റുന്നില്ല. ആ മുന്നിലൊരു അമ്പലമുണ്ട്. ഞാൻ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞു, ദൈവമേ എല്ലാവർക്കും കിടക്കാൻ റൂമുണ്ട്, ഞാൻ കൊതുക് വഴി കൊണ്ട് 5 പൈസ കയ്യിലില്ല. ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യുന്നത്? എന്നിട്ട് രാവിലെ തൊട്ട് ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ജയറാമേട്ടൻ്റെ വീട്, ചിമ്പുവണ്ണൻ, ശങ്കർ സാറ്, ഡയറക്ടർ ബാലസാറ്, പിന്നെ സൂര്യണ്ണൻ, ഇവരിൻ്റെ ഒക്കെ വീട്ടിലേക്ക് ഇളയരാജ സാറ്, ഇവരിൻ്റെ ഒക്കെ വീടിൻ്റെ മുന്നിൽ പോയി. ആരിനെയും കാണാൻ പറ്റില്ല. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിജയണ്ണൻ്റെ വീട്ടിൽ പോയിട്ടിരുന്നു. വീട്ടിൽ പോയി അങ്ങനെ ഇരുന്നു. വീട്ടിൽ പോയിരുന്നപ്പോൾ ഞാൻ അടുത്തുള്ള ഒരാളിനെ കൊണ്ട് ചോദിച്ചു, ഇവിടെ വിജയ് സാറ് വരുമോ ചോദിച്ചപ്പോൾ ആൾ മോശമായിട്ട് തന്നെ ചീത്ത പറഞ്ഞു. പിന്നെ പോലീസ് വരും പറഞ്ഞു, ഇനിയിപ്പോൾ പോലീസല്ല ആരും പട്ടാളം വന്നാലും എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം, ആരും സഹായിക്കാനില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു 3 മണി വരെ ഇരുന്നു. രാവിലെ 4:30 തൊട്ട് വൈകുന്നേരം 3 മണി വരെ ഇരുന്നു. എന്നിട്ട് അവിടെ അന്ന് വരില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എണിച്ച് റോഡിൽ കൂടെയൊക്കെ ഫോട്ടോ പിടിച്ച് ഇങ്ങനെ നടന്ന് പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്, അവിടെ പോയി കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറേ ഇരുന്ന്. കയ്യിൽ പൈസയും കുറവാണ്. പിന്നെ അവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആൾ കുടിക്കാൻ ഒരു ജ്യൂസ് തന്നു, ഒരു കുപ്പി വെള്ളവും തന്നു. മുരുകൻ്റെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പഴമുണ്ട്, അപ്പോൾ അത് ഒരെണ്ണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ കിട്ടൂലേ, അതും കിട്ടുമെന്ന് നോക്കിയിട്ട് അങ്ങനെ അത് ഒരെണ്ണം അവർ ചോദിച്ചപ്പോൾ ഇല്ലാതെ പൂജ ചെയ്യാൻ കൊടുക്കുന്നവരാണ് പറഞ്ഞിട്ട് കിട്ടിയില്ല. അത് അവിടെ പൂജ അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഞാൻ അപ്പുറത്ത് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ പോയി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ചാടി ഒരു എണിക്കൽ, എന്താ അവിടെ കിടക്കണ, ടിക്കറ്റ് എടുക്കുമെന്ന്.
ടിക്കറ്റ് എടുക്കാൻ എവിടെയായിട്ടാ പൈസ, കടം വാങ്ങിയ പൈസ പറഞ്ഞ സമയത്തിന് തിരിച്ചു കൊടുത്താലാണ് നാളെ ഒരു ആവശ്യത്തിന് നമ്മളെ ജീവിതം തകർന്നു പോയിരിക്കുന്നത്, കൊടുക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കിടക്കണ്ട പറഞ്ഞ പോലീസുകാരെങ്കിലും പറയട്ടെ ഇലക്ഷൻ ദിവസമെന്ന് പറഞ്ഞ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നു. എന്ത് ചെയ്യണം ഭഗവാനെ, ആരുമില്ലല്ലോ, സഹായിക്കാൻ പോലും ആരുമില്ലല്ലോ. എന്നിട്ട് അവിടെ ഇരുന്ന് എങ്ങനെയൊക്കെയോ നിന്നും 2 മണി 1:30 ആയപ്പോൾ എണച്ച് ബസ് രാവിലെ 4:10 വരെ. അന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് നേരം വൈകി. അങ്ങനെ ഞാൻ വിജയണ്ണൻ്റെ വീട്ടിന് മുന്നിൽ പോയിരുന്നിട്ട് പിന്നെയും പോയി. പിന്നെ പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസം പോയാലാണ് ആദ്യം പോയിട്ട് കാണാം. പിറ്റേ ദിവസം എന്തായാലും കാറിൽ വരും. അവിടെ പോയി ഈ 5 മിനിറ്റ് കഴിഞ്ഞില്ല 2 പോലീസ് SIയും കൂടെ 2 ബൈക്കിൽ വന്നു. എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചു. ഞാൻ ഏത് പോലീസുകാരെന്ത് ചോദിച്ചാലും സത്യസന്ധതയായിട്ട് പറയുള്ളൂ. നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും കയറി പറയും. അങ്ങനെ അവരവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടാക്കി. 3-4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടാക്കി. പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നീ പനയൂർക്ക് പോകണം. അപ്പോൾ ഞാൻ കയ്യിൽ പൈസ എൻ്റെ കയ്യിൽ നേരെ ഇല്ല, കടം വാങ്ങിയവർക്ക് കൊടുക്കും. പനയൂർക്ക് പോയാൽ അവിടെ വിജയണ്ണം വരുന്ന അറിയില്ല. ഇതാകുമ്പോൾ കാറ് കൊണ്ട് വരുമ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ 3-4 കിലോമീറ്റർ അപ്പുറത്ത് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ 3, 6 നോക്കി. എനിക്ക് ഭയങ്കര വിശ്വാസം. 6 എന്ന് പറഞ്ഞാൽ 6 പടയപ്പം മുരുകൻ എന്നാണ്, 3 എന്ന് പറഞ്ഞാൽ യേശു അള്ളാഹു അയ്യപ്പൻ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ. സത്യത്തിൽ അവിടെ എന്താ പറയുക, എനിക്ക് ഒന്നും ഇങ്ങനെ ഇരുന്ന് തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ ഒരു ബൈക്ക് 2-3 ബൈക്കുകാരൻ്റെ അടുത്ത് ഒരാൾ നിർത്തി. എന്താ ചോദിച്ചേക്ക് ഇങ്ങനെ അവിടേക്ക് പോകണം പറഞ്ഞു. അവിടെ പോയപ്പോൾ പോലീസുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഒരു ചാനലുകാരൻ നിൽക്കുന്നുണ്ട്. എന്നെ പോലെയാണ് കാര്യം പറഞ്ഞു. എന്നെ അവരിനെ കൊണ്ട് വിളിച്ച്, സാർ കേരളത്തിൽ നിന്ന് വരികയാണ്, എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇന്നലെയും ഞാനിവിടെ വന്ന് നിന്നു, ഇന്നും രാവിലെ നിന്ന് പോലീസുകാർ എന്നെ ഇവിടുന്ന് 3-4 കിലോമീറ്റർ കൊണ്ടാക്കി. എനിക്ക് ആരുമില്ല സഹായിക്കാൻ. ഞാൻ കേരളത്തിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം. ഇത് കഴിഞ്ഞ ആൾ ഇലക്ഷന് നിൽക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം സാറേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. ആ മീഡിയനെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ പോലീസുകാരിങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടേ ഇല്ല, എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും മറ്റേ പോലീസ് നീ എന്താ അവിടെ നിൽക്കുന്നു പിന്നെയും ചോദിച്ചു. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി അവിടെ നിൽക്കണം. അവരുടെ വാടകയ്ക്കുള്ള വീടാണ്. അപ്പോൾ ചേച്ചി ഞാനൊന്ന് ഇവിടെ നിൽക്കട്ടെ പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല പറഞ്ഞു. എന്നെ അറിയില്ലല്ലോ, ഒരാളിപ്പോൾ എവിടെ നിന്ന് വരും എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു മീഡിയക്കാരൻ വേറെ വരുന്നു. എനിക്ക് അല്ലാണ്ട് ഇത് വേറൊരു വഴിയില്ല. ആ മീഡിയക്കാരനെ കൊണ്ട് എൻ്റെ കാര്യം പറഞ്ഞു. സാർ അങ്ങനെ കേരളത്തിൽ വരികയാണെന്ന് സഹായിക്കണം, വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ അവരടുത്ത് ആ വീട്ടുകാരെന്നെ കണ്ടപ്പോൾ വീട്ടിൽ പോയി ഒരു ഗ്ലാസ് ചായ തന്നു, കേക്കും വാങ്ങിയിട്ട് വന്ന് അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2-3 മീഡിയയിലൊക്കെ പറഞ്ഞു. പെട്ടെന്ന് രാവിലെ തൊട്ട് ഞാൻ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ച് ആ കേക്കും ആ ചായയും അങ്ങനെ നിന്ന് ഉച്ചയായപ്പോൾ ഒരു കാറ് വരുന്നു. എല്ലാവരും ഓടുന്നു, ഞാനും ഓടി കാറിൻ്റെ മുന്നിൽ വരെത്തി. പിന്നെ സെക്യൂരിറ്റിയും പോലീസുകാരൊക്കെ പിടിച്ച് മാറ്റി. ഞാൻ പരമാവധി നോക്കി. വിജയണ്ണൻ്റെ കൂടെയുള്ളവരൊക്കെ കണ്ടു. അപ്പോൾ 1-2 ആൾക്കാരനെ കണ്ട് കാര്യം പറഞ്ഞു. വിജയ് സാറിൻ്റെ കൂടെയുള്ള ആളുടെ നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞേക്ക് നമ്പർ വേണ്ട. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കും എന്താ നമ്പർ വേണ്ട. നമ്പറിൽ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല, എടുക്കൂല. ഞാൻ ഒന്നാമത് ആരും അറിയില്ല, എടുക്കില്ല. അങ്ങനെ അത് വേണ്ട പറഞ്ഞ വിജയ് സാർ. അങ്ങനെ കുറേ നേരം ഞാൻ കാറിൻ്റെ അവിടെ നോക്കി, നടന്നില്ല. ഒരു പെട്ടെന്ന് കാറിൽ തടയാനും പറ്റില്ല, എത്ര വലിയൊരാൾ നമ്മൾ കാറിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കി കണ്ടില്ല. എന്നിട്ട് അങ്ങനെ കാറ് പോയി. അവരുടെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, അവർ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ തിരിച്ചു വന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.